ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ജീനസ് വ്ളോഗ്. ആക്ച്വലി ലാസ്റ്റ് വീക്കിൽ ഞാനൊരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തായിരുന്നു മേഴ്സി ഹോമിലായിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ക്വസ്റ്റ്യൻസും ആൻസേഴ്സും ജസ്റ്റ് നിങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്യാമെന്ന് കരുതി. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ അവർ കൂടുതലും ചോദിച്ചത് സി വി ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ആയിരുന്നു കേട്ടോ. സി വിയിൽ നമ്മൾ കൊടുത്തിട്ടുള്ള കാര്യങ്ങൾ ബേസ് ചെയ്തിട്ടാണ് കുറേ കാര്യങ്ങളൊക്കെ അവർ ചോദിച്ചത്. പിന്നെ അല്ലാത്ത ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു, എല്ലാം ഉണ്ടായിരുന്നു. ഒരുമാതിരിപ്പെട്ട ക്വസ്റ്റ്യൻസ് എല്ലാം എൻ്റെ അടുത്ത് ചോദിച്ചു. അവർ പ്രിപ്പയർഡ് ആയിട്ട് വന്ന എല്ലാം തന്നെ എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട്. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ അബൌട്ട് യുവർ സെൽഫ് പറയാന്നുള്ളതാണ്. സോ അത് നമുക്ക് കിട്ടുന്ന ഓപ്പർച്യൂണിറ്റി ആണല്ലോ, നമ്മളെക്കുറിച്ച് നമുക്ക് പറയാൻ പറ്റുന്ന ഒരു ഓപ്പർച്യൂണിറ്റി ആണല്ലോ. സോ അതുകൊണ്ട് ഞാൻ ഫസ്റ്റ് സ്റ്റാർട്ട് ഫ്രം മൈ നെയിം. അത് കഴിഞ്ഞിട്ട് പിന്നെ പ്രീവിയസ് എക്സ്പീരിയൻസ്, അവിടെ എന്തൊക്കെ കാര്യങ്ങളിൽ എനിക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റിയിട്ടുണ്ടോ ഒരു ബ്രീഫായിട്ട്. ഇനീഷ്യലി സ്റ്റാർട്ട് വിത്ത് ലൈക്ക് എക്സ്പീരിയൻസ് ഫ്രം ബാംഗ്ലൂർ സെൻറ്റ് ജോൺസ് മെഡിക്കൽ കോളേജ്. അവിടെ ആണ് വർക്ക് ചെയ്ത് 2 വർഷം അവിടെ വർക്ക് ചെയ്തു. അവിടെ ഇന്ന കാര്യങ്ങളൊക്കെയാണ് ചെയ്തത്. ലൈക്ക് ഒരു ബ്രീഫിങ്, എന്താണ് എവിടെയായിരുന്നു എന്ത് ചെയ്തു എന്നുള്ളത്. അത് കഴിഞ്ഞിട്ട് സൗദിയിൽ പോയി അവിടെ ഒരു എമർജൻസി മാനേജ്മെൻറ്റ് ഹോസ്പിറ്റലിലായിരുന്നു വർക്ക് ചെയ്തത്. ഒരു 4 years അവിടെ വർക്ക് ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ട് അതിൻ്റെ ഫുൾ അവിടെ ഞാൻ എന്താണ് ചെയ്തത്. അത് കഴിഞ്ഞിട്ട് ഞാൻ അയർലൻഡിലോട്ട് വന്നു. അപ്പം അവരുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ വൈ ഡിഡ് ഐ കെയിം ഫ്രം സൗദി ടു അയർലൻഡിലോട്ട് എന്തിനാണ് വന്നത്, എന്തുകൊണ്ടാണ് വന്നത്, എന്താണ് ബെനിഫിറ്റ് ആയിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്തതെന്നാണ്. സോ അതിന് ആൻസർ കൊടുത്തത് അയർലൻഡ് എന്ന് പറഞ്ഞൊരു ഡ്രീം പ്ലേസ് തന്നെയാണ് നേഴ്സസിന്. നമുക്ക് ഓപ്പർച്യൂണിറ്റീസ് കൂടുതലാണ് ഇവിടെ. നമുക്ക് പല രീതിയിൽ നേഴ്സിംഗ് തന്നെ പല രീതിയിൽ നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റും. സോ കൂടുതൽ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. പിന്നെ ഫാമിലിയായിട്ട് നമുക്ക് ഇവിടെയാണ് കുറച്ചുകൂടെ കംഫർട്ടബിൾ. അവിടെ സ്പൗസ് വിസ കാര്യങ്ങൾ അങ്ങനെയൊന്നുമില്ല. പിന്നെ എല്ലാം കൊണ്ട് നോക്കിയാൽ നമുക്കിവിടെ ബെറ്റർ സാലറിയാണ്. എല്ലാം കൊണ്ട് നമ്മളിവിടെ കംഫർട്ടബിൾ ആണ് എന്നുള്ള രീതിയിൽ തന്നെ പറഞ്ഞു. പിന്നെ പുള്ളി ചോദിച്ചത്, അവർ 2 പേരായിരുന്നു കേട്ടോ, 2 പേരുണ്ടായിരുന്നു. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ടാണ് പ്രീവിയസ് സ്ഥലത്തുനിന്ന് നമ്മൾ റിസൈൻ ചെയ്ത് പോകുന്നത്. ഇപ്പം എനിക്കൊരു ഗ്യാപ്പ് വന്നിട്ടുണ്ടായിരുന്നു ഈ റീസെൻ്റ്ലി. അപ്പോൾ എന്തുകൊണ്ടാണ് അവിടെ നിന്ന് റിസൈൻ ചെയ്തിട്ട് ഇത്ര ഗ്യാപ്പ് വന്നത്, ഇപ്പോൾ രണ്ടാമത് ഇപ്പോൾ ഇവിടെ വന്ന് ജോയിൻ ചെയ്യുന്നത് എന്താണ്, അങ്ങനെയായിരുന്നു ക്വസ്റ്റ്യൻ. അപ്പോൾ ഫസ്റ്റ്ലി ഞാൻ അവിടെ നിന്ന് റിസൈൻ ചെയ്തത് എൻ്റെ ഒരു പേഴ്സണൽ ആവശ്യം ഞാൻ പറഞ്ഞു, കാര്യം ഉണ്ടായിരുന്നു. സോ അതുകൊണ്ടാണ് ഞാൻ അവിടെ നിന്ന് റിസൈൻ ഇട്ടിട്ട് പോകുന്നതെന്നുള്ള കാര്യം പറഞ്ഞു. പോകുന്നതെന്ന് വെച്ചാൽ ഞാൻ നാട്ടിൽ പോയി. അപ്പം എന്തുകൊണ്ടാണ് നാട്ടിൽ പോയത് എന്നുള്ള കാര്യം ചോദിച്ചു. ഞാൻ എൻ്റെ പേഴ്സണൽ ഇഷ്യൂസും എൻ്റെ ആവശ്യങ്ങളും കാര്യങ്ങളും ജസ്റ്റ് ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ അവർ ഓക്കെ ആയിരുന്നു അതിൽ. അത് കഴിഞ്ഞിട്ട് പിന്നെ എന്തുകൊണ്ട് നമ്മൾ പഴയ നഴ്സിംഗ് ഹോമിലോട്ട് തന്നെ തിരിച്ചു പോയില്ല, എന്താണ് അങ്ങോട്ട് തിരിച്ചു പോകാതിരുന്നത്, പുതിയൊരു സ്ഥലം എന്തുകൊണ്ട് അന്വേഷിച്ച് വന്നതെന്നുള്ളത് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനെ പുതിയ ആൾക്കാരായിട്ട് മിങ്കിൾ ചെയ്യാം, പിന്നെ പുതിയ കാര്യങ്ങൾ പഠിക്കാം. ഒരിടത്ത് തന്നെ സെറ്റിലായി പോയാൽ നമുക്ക് കൂടുതൽ എക്സ്പോഷർ ഉണ്ടാവില്ലല്ലോ. സോ കൂടുതൽ നോളജും കാര്യങ്ങളും പിന്നെ കൂടുതൽ ആളുകളുമായിട്ട് മിങ്കിൾ ചെയ്യാനും ഒക്കെ ആയിട്ട് ആണ് അവിടെ നിന്ന് മാറിയത് എന്നുള്ള കാര്യം പറഞ്ഞു. അത് കഴിഞ്ഞിട്ടാണ് ക്വസ്റ്റ്യൻസിലോട്ട് മെയിനായിട്ട് ക്വസ്റ്റ്യൻസിലോട്ട് കടന്നത്. ഇപ്പം നിങ്ങളുടെ കൊളീഗുമായിട്ട് നിങ്ങൾക്ക് ഒരു ഇഷ്യൂ ഉണ്ടായി, സോ വാട്ട് വിൽ യു ഡു. സോ ഞാൻ പറഞ്ഞു നമ്മൾ നോർമലി കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് സോൾവ് ചെയ്യാൻ നോക്കും. ഇപ്പോൾ ഒരു എമർജൻസി കേസോ കാര്യങ്ങളോ നടന്നുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ നമ്മളൊരു സിറ്റുവേഷനിലാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഡീൽ എവറിത്തിങ്ങിന് പേഷ്യൻ്റ് സേഫ്റ്റിയും കാര്യങ്ങളും ഒക്കെ നോക്കി എല്ലാം സേഫ് ആക്കിയതിന് ശേഷം ആ പേഴ്സണോട് പോയിട്ട് പേഴ്സണലി സംസാരിക്കുക ആൻഡ് പ്രോബ്ലം സോർട്ട് ഔട്ട് ചെയ്യുക. അടുത്ത ഷിഫ്റ്റിന് മുന്നേ അറ്റ്ലീസ്റ്റ് അത് സോർട്ട് ചെയ്യാൻ നോക്കുക. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്ത ഒരു സീരിയസ് ഇഷ്യൂ കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഗോ ടു ദ മാനേജർ, റിപ്പോർട്ട്. പിന്നത്തെ ക്വസ്റ്റ്യൻ വെച്ചാൽ നിങ്ങളൊരു സിറ്റുവേഷനിൽ നിൽക്കുകയാണ്. ഇപ്പം എമർജൻസി ആയിട്ടൊരു ബെല്ല് റിങ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ നിങ്ങളിപ്പം ഹൈ റിസ്ക് ഉള്ള പേഷ്യൻറ്റിൻ്റെ അടുത്ത് നിൽക്കുകയാണ്. നിങ്ങൾ എന്ത് ചെയ്യും? ഞാൻ പറഞ്ഞു ഫസ്റ്റ് സേഫ്റ്റി പ്രയോറിറ്റൈസ് ചെയ്യുക, പേഷ്യൻറ്റ് സ്റ്റേബിളാക്കി സേഫ് എന്നുള്ള ഉറപ്പുള്ളൊരു സൈഡിലേക്ക് ഷിഫ്റ്റ് ചെയ്യുക. ആരെങ്കിലും ഒന്നെങ്കിൽ അസിസ്റ്റൻസിന് വിളിക്കുക, അത് അവൈലബിൾ അല്ല എന്നുണ്ടെങ്കിൽ ഈ പേഷ്യൻറ്റിനെ സേഫ് ആക്കിയതിന് ശേഷം മാത്രം എമർജൻസി ബെല്ല് അറ്റൻഡ് ചെയ്യാനായിട്ട് പോവുക. എമർജൻസി ബെല്ലെന്ന് പറയുമ്പം ഒബ്വിയസ്ലി കേൾക്കുന്ന ആരെങ്കിലും എമർജൻസി ബെല്ലിന് അറ്റൻഡ് ചെയ്യാൻ റെഡിയാവും. പക്ഷേ ഇപ്പോൾ നമ്മൾ അടുത്ത് നിൽക്കുന്ന പേഷ്യൻറ്റിന് എന്തെങ്കിലും പറ്റിയാൽ വി വിൽ ബി റെസ്പോൺസിബിൾ. നമ്മൾ അത് അടുത്ത് നിന്നിട്ട് ആ പേഷ്യൻറ്റിനെ ഫോളോ ആക്കാൻ നമ്മൾ അങ്ങനൊരു സിറ്റുവേഷൻ ഉണ്ടാക്കാതിരിക്കുക. സോ ഫസ്റ്റ് ആ പേഷ്യൻറ്റിനെ സേഫ് ആക്കിയതിന് ശേഷം എമർജൻസി ബെല്ല് അറ്റൻഡ് ചെയ്യാനായിട്ട് പോവുക എന്നുള്ള ഇതാണ് പറഞ്ഞത്. പിന്നെ ചോദിച്ചത് മാൽന്യൂട്രീഷൻ്റെ കാര്യം ചോദിച്ചു. സോ ഞാൻ മസ്റ്റ് സ്കോറിങ്ങിൻ്റെ കാര്യം അറിയാമല്ലോ, 0, 1, 2 സ്കോറിങ്ങിൻ്റെ കാര്യം പറഞ്ഞു. മസ്റ്റ് സ്കോർ എങ്ങനെയാണ് നിങ്ങൾ തിരിച്ചറിയുക മൽനറിഷ്ഡ് പേഷ്യൻറ്റ്, അങ്ങനെയാണ് ക്വസ്റ്റ്യൻ വന്നത്. സോ ഞാൻ പറഞ്ഞത് പേഷ്യൻറ്റ് നമ്മൾ എന്തായാലും മന്ത്ലി, വീക്ക്ലി, സെക്കൻഡ് വീക്ക്ലി ഒക്കെ പേഷ്യൻസിന് നോർമലി വെയിറ്റ് ചെക്ക് ചെയ്യും.
സോ വെയിറ്റ് ചെക്ക് ചെയ്യുമ്പോൾ നമ്മൾ മസ്റ്റ് സ്കോർ ചെക്ക് ചെയ്യും, മസ്റ്റ് അസസ്മെൻറ്റ് ചെയ്യുന്നുണ്ട്, പിന്നെ BMI ചെക്ക് ചെയ്യുന്നുണ്ട്. സോ മാൽനറിഷ്ഡ് പേഷ്യൻ്റ് എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഡയറ്റീഷ്യൻ റെഫറൽ ചെയ്യുകയാണ് ചെയ്യാറ്. സോ അങ്ങനെയാണ് നമ്മൾ അറിയുന്നത് വെദർ പേഷ്യൻ്റ് മാൽനറിഷ്ഡ് ആണോ അല്ലയോ ഒബേസ് ആണോ എന്നൊക്കെ ഉള്ള ഒരു ക്ലാസിഫിക്കേഷൻ വരുന്നത്. സോ അതിനുശേഷം നമ്മൾ ഡയറ്റീഷ്യൻ റെഫറൽ ഈ ഫിക്സ് നീഡ് നമ്മൾ കൊടുക്കും എന്നുള്ള രീതി പറഞ്ഞു. വേറെ ഓക്കെ. ഡിമെൻഷ്യനെ കുറിച്ചാണ്. ഡിമെൻഷ്യ പേഷ്യൻ്റ് ഇപ്പോൾ പെട്ടെന്ന് അഗ്രസീവായി നിങ്ങൾ എങ്ങനെ ടേക്ക് കെയർ ചെയ്യും, പിന്നെ ടൈപ്സ് ഓഫ് ഡിമെൻഷ്യ എന്തൊക്കെയാണ്, എങ്ങനെയാണ് ബേസിക്കലി എങ്ങനെയാണ് നമ്മൾ ഡിമെൻഷ്യ ഉള്ള പേഷ്യൻറ്റിന് ടേക്ക് കെയർ ചെയ്യുന്നത്, അതൊക്കെയായിരുന്നു. ഹൈ റിസ്ക് മെഡിസിൻ നിങ്ങൾ ഡബിൾ ചെക്കിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് മെഡിസിൻ കൊടുക്കാൻ പോകുന്നതിൻ്റെ വഴിക്ക് നിങ്ങളുടെ കയ്യിൽ നിന്ന് മിസ്സായി. സോ നിങ്ങൾ എന്ത് ചെയ്യും എന്നുള്ളതാണ് ചോദിച്ചത്. അപ്പോൾ ഒബ്വിയസ്ലി നമ്മൾ മെഡിസിൻ ചെക്ക് ചെയ്യും. ഇപ്പം ഒരിടത്ത് നമുക്കത് കാണാനില്ല എന്നുള്ളതാണെങ്കിൽ പേഷ്യൻ്റ് ആർക്കെങ്കിലും പേഷ്യൻ്റെ അടുത്ത് യൂസ് ചെയ്തിട്ടുണ്ടോ എന്ന് നമുക്ക് അറിയത്തില്ല. സോ ഒബ്വിയസ്ലി എല്ലായിടത്തും ചെക്ക് ചെയ്തിട്ട് നമുക്കത് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ ഹയർ അതോറിറ്റീസിന് റിപ്പോർട്ട് ചെയ്യുക. അത് കഴിഞ്ഞിട്ടത് ഒബ്വിയസ്ലി മെഡിക്കേഷൻ എറർ ആവും. സോ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇൻഫോം ചെയ്യേണ്ടത് ആരാണ്? ഗാർഡെ നമ്മൾ ഇൻഫോം ചെയ്യണമല്ലോ മെഡിസിൻ മിസ്സായിട്ടുണ്ടെങ്കിൽ. സോ അത് പറഞ്ഞു. ലാസ്റ്റായിട്ട് ചോദിച്ച ക്വസ്റ്റ്യൻസ് സേഫ് ഗാർഡിങ്ങിനെ കുറിച്ചായിരുന്നു. സേഫ് ഗാർഡിങ് എന്താണ്, പിന്നെ അബ്യൂസസ്, എന്തൊക്കെ ടൈപ്പ് ഓഫ് അബ്യൂസസ് ആണ് എൽഡർലിയിൽ ഉണ്ടാവുക, സോ നമുക്കതെങ്ങനെയൊക്കെ പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും, നിങ്ങളിപ്പം എന്തെങ്കിലും ഒരു അബ്യൂസ് കണ്ടാൽ എവിടെ റിപ്പോർട്ട് ചെയ്യും, എങ്ങനെ ഡീൽ ചെയ്യും, അതൊക്കെയായിരുന്നു പിന്നെ ഉണ്ടായിരുന്ന ക്വസ്റ്റ്യൻസ്. സോ ദാറ്റ്സ് ഇറ്റ്. അത്രയും കാര്യങ്ങളൊക്കെയാണ് എൻ്റെ അടുത്ത് ചോദിച്ചത്.